ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന 4 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ താരം. രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളുമെല്ലാം സാഗൂതം നിരീക്ഷിക്കുന്നതും ഈ 4 സംസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ട് ഈ 4 സംസ്ഥാനങ്ങൾ മാത്രം ഇത്ര പ്രത്യേകത, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഈ 4 സംസ്ഥാനങ്ങൾ, ഒന്ന് തമിഴ്നാടാണ്, മറ്റൊന്ന് പശ്ചിമ ബംഗാൾ, മൂന്നാമത് മഹാരാഷ്ട്ര, നാലാമത് വരുന്നത് ആന്ധ്രാപ്രദേശാണ്. അതായത് 2 സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിലും, ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറുമായിട്ടുള്ള 4 സംസ്ഥാനങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് തമിഴ്നാട് തന്നെയാണ്. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP ഒരു ശക്തമായ എൻട്രി നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിനു മുൻപ് തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് 4% എങ്കിൽ ഇത്തവണ അത് വളരെയധികം കൂടുമെന്ന് ഇതുവരെ നടന്ന സർവേകളെല്ലാം തന്നെ പറയുന്നു. ഒപ്പം തന്നെ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു നേതാവ്, രാഷ്ട്രീയത്തിൽ വലിയ പരിചയങ്ങൾ ഒന്നുമില്ലാതെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു നേതാവ് നടത്തിയ ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയാലും പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ഒക്കെ അത് വിജയം കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊരു പരീക്ഷണ വേദി കൂടിയാണ് തമിഴ്നാട്. ഏതായാലും BJP പോലൊരു പാർട്ടി, അണ്ണാമലൈ പോലെ തികച്ചും പുതുമുഖമായൊരു നേതാവ് അവിടെ എത്തി ഇളക്കി മറിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പട്ടാണി മക്കൾ കക്ഷി ഉൾപ്പെടെ 6 രാഷ്ട്രീയ പാർട്ടികളെ കോർത്തിണക്കി ഒരു മുന്നണി ഉണ്ടാക്കാൻ BJPക്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നു. മുൻപ് AIADMKയിലും DMKയിലുമായി മാത്രം വിഭജിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ മൂന്നാമതൊരു മുന്നണി ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് കൂടിയാകണം അടിക്കടി മോദി തമിഴ്നാട്ടിൽ എത്തുന്നതും പ്രചരണം നടത്തുന്നതും. അവിടെ എത്ര ശതമാനം വോട്ട് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഗതിയിരിക്കുന്നത്. കാരണം ഉത്തരേന്ത്യയെ സംബന്ധിച്ച് BJPക്ക് ലഭിക്കാവുന്നതിൻ്റെ മാക്സിമം ലഭിച്ചു കഴിഞ്ഞു. ഇനി വളർച്ച അവിടെ ഇല്ല. പകരം ഇനി അവർക്ക് വളരാനുള്ള ഇടം ദക്ഷിണേന്ത്യയാണ്. അതിൽ പ്രധാനപ്പെട്ട, അതായത് 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ BJP എത്ര സീറ്റ് നേടുന്നു എന്നത് മാത്രമല്ല, BJP എത്ര പെർസെൻറ്റേജ് വോട്ട് അവിടെ നേടുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഏവരും ശ്രദ്ധിക്കുന്ന താരമായി അണ്ണാമലൈ മാറുകയും ചെയ്യും. കാരണം അവിടുത്തെ പെർസെൻറ്റേജും അവിടുത്തെ ചലനങ്ങളും അണ്ണാമലൈ ഇപ്പോൾ തന്നെ ദേശീയ നേതാവാക്കി മാറ്റിയിരിക്കുന്നു. മറ്റൊരു സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. BJP ഇവിടെ വട്ടപൂജ്യമാണ്. കോൺഗ്രസും അതേ അവസ്ഥ തന്നെയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ തെലുങ്കുദേശവും YSR കോൺഗ്രസുമാണ്. BJPയെ സംബന്ധിച്ച് ഈ 2 പേരും അവർക്ക് ഒരുപോലെയാണ്, സുഹൃത്തുക്കളാണ്, സന്തത സഹചാരികളുമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ പഴയ സഖ്യകക്ഷിയായ TDPയുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. TDPയും പവൻ കല്യാണിൻ്റെ ജനസേനയും ഒക്കെ ചേർന്നിട്ട് അവർ മുന്നണി രൂപീകരിച്ചിരിക്കുന്നു. ഈ മുന്നണി നേടുന്ന സീറ്റുകൾ BJPക്ക് അവിടെ 1-2 സീറ്റുകൾ ലഭിച്ചാൽ അത് ദക്ഷിണേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുകൂടി BJP അക്കൗണ്ട് തുറക്കുന്നു എന്ന് പറയേണ്ടി വരും. ഈ 2 സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായ പ്രേക്ഷകർ ചോദിക്കും കേരളം ഇല്ലേ എന്ന്. ഇതുവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എത്ര ആൾക്കും മനസ്സിലാകുന്നത് കേരളം ഒരു കൂട്ടുകുടുംബമാണ് എന്നാണ്. മൂത്ത ജ്യേഷ്ഠൻ കോൺഗ്രസും, രണ്ടാമത്തെ ആൾ CPMഉം, മൂന്നാമത്തേത് BJPക്കാരുമാണ്. അവരുടെ ഇടയിൽ മക്കളും ചെറുമക്കളുമായി അനവധി ചെറു പാർട്ടികളുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. കൂട്ടുകുടുംബമാകുമ്പോൾ ചെറിയ രീതിയിലുള്ള പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്നല്ലാതെ കുടുംബം തകരാതെ നോക്കാൻ ഈ കുടുംബക്കാരെല്ലാം ശ്രമിക്കാറുണ്ട്. അതുപോലെയാണ് കേരള രാഷ്ട്രീയം. വലിയ പ്രാധാന്യം അതിന് നൽകേണ്ടതായിട്ട് ഇല്ല. ഇതിൽ ആരാണ് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ജനത്തിന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് കേരള പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് കേരളം ഈ റേഞ്ചിൽ വരാത്തത്. ഏതായാലും ഞാനീ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം തന്നെ സീറ്റുകളുടെ എണ്ണത്തിലായാലും രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ കാര്യത്തിലായാലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. 25 സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ഇതിൽ കൂടുതൽ സീറ്റുകൾ TDP BJP സഖ്യം നേടുമെന്നാണ് പുതിയ സർവേകൾ പറയുന്നത്. ഏതായാലും സർവേ ഫലം ശരിയോ തെറ്റോ എന്നറിയില്ല. BJPക്ക് അവിടെ 1-2 സീറ്റ് കിട്ടിയാൽ അത് തെലുങ്കാനയിൽ ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമൊക്കെ വരുത്തുന്ന മാറ്റം ഭയങ്കരമായിരിക്കും. തെലുങ്കാനയിൽ വേരോട് കഴിഞ്ഞിരിക്കുന്നു BJP. അവർക്ക് ഇപ്പോൾ നിലവിൽ 4 MPമാരുമുണ്ട്. മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം. മുൻപ് 2019 തെരഞ്ഞെടുപ്പിൽ ശിവസേനയും, അതായത് അവിഭക്ത ശിവസേനയും BJPയും ചേർന്ന് ബഹുഭൂരിപക്ഷം സീറ്റുകളും കരസ്ഥമാക്കി. ഇന്ന് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിമറിഞ്ഞിരിക്കുന്നു. മുന്നണി സംവിധാനം മാറിമറിഞ്ഞിരിക്കുന്നു. ശിവസേന 2ആയിരിക്കുന്നു. അതിലൊരു വിഭാഗം BJPയോടൊപ്പമാണ്. ശരത് പവാറിൻ്റെ NCP ശക്തമായ ഒരു പാർട്ടിയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച്. ആ പാർട്ടിയും 2ആയിരിക്കുന്നു. അതിലൊരു കഷ്ണവും BJPയോടൊപ്പമാണ്. അങ്ങനെ 2 ഭാഗത്തും 2 കാവിക്കൊടികളുണ്ട്, 2 ത്രിവർണ്ണ പതാകകളുണ്ട്. ഇങ്ങനെ പോകുന്നു 2 മുന്നണി സംവിധാനങ്ങൾ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് എന്തു സംഭവിക്കും, അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ NCP പൂർണ്ണമായി ഇല്ലാതാകുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്ന ഒന്നാണ്. അതുമാത്രവുമല്ല, അവിടെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു രാഷ്ട്രീയമുണ്ട്. കാരണം BJPയെ സംബന്ധിച്ച് ഈ ഏകനാഥിൻ്റെ കൂടെ നിർത്തി അധികനാൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അവർ കഴിഞ്ഞ ദിവസം MNSന്റെ നേതാവായ രാജ് താക്കറെയുമായിട്ടൊക്കെ അവർ ചർച്ച നടത്തുകയുണ്ടായി. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം രാജ് താക്കറെ നേതാവാക്കിക്കൊണ്ടൊരു ശിവസേന തന്നെയാണ് എക്കാലത്തെയും അവരുടെ സ്വപ്നം. മുൻപ് ബാൽ താക്കറയുടെ വസതിയിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വന്ന രാജ് താക്കറയ്ക്ക് പിന്നിൽ എല്ലാവിധ ആശീർവാദങ്ങളുമായി
മായുന്നതും BJP ആണ്. കാരണം ബാൽ താക്കറെയുടെ പിൻഗാമി രാജ് താക്കറെയാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പാർട്ടി BJP മാത്രമാണ്. ഒരുപക്ഷെ ഭാവിയിൽ രാജ് താക്കറെയുടെ നേതൃത്വത്തിൽ ഈ ഷിൻഡെ പക്ഷത്തിൻ്റെ ശിവസേനയും MNS എല്ലാം ചേർന്ന് പുതിയൊരു പാർട്ടി രൂപീകൃതപ്പെട്ടേക്കാം. അതിൻ്റെ ഒരു തലപ്പത്തേക്ക് രാജ് താക്കറെ എത്തുകയും BJP അത് ഒരു ചിരകാല സുഹൃത്തായി കൊണ്ടു നടക്കുകയും ചെയ്തേക്കാം. ഭാവിയിൽ ഉദ്ധവും ഇങ്ങോട്ടേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പിന്നീട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. മമതയുടെ തേരോട്ടത്തിന് അറുതി വരുത്താൻ BJPക്കാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ BJP എന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സംസ്ഥാനവും പശ്ചിമ ബംഗാൾ തന്നെയാണ്. അവിടെ നടക്കുന്ന അഴിമതികൾ തുറന്നു കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സന്ദേശ് ഖാലി പോലുള്ള വിഷയങ്ങൾ വലിയ ദേശീയ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മമതയും BJP നേർക്കുനേർ നിന്ന് പോരാടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് BJP നേടി. ഇത്തവണ അത് മമതയെ മറികടക്കാനായാൽ മമതയുടെ രാഷ്ട്രീയ ജീവിതത്തിന് നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ 4 സംസ്ഥാനത്ത് BJP അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് എന്തു സംഭവിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലും അവിടുത്തെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പറയേണ്ടി വരും. കാരണം BJP സഖ്യകക്ഷികളും 4-5 സീറ്റ് നേടുകയാണെങ്കിൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതായിരിക്കില്ല. ഇതുവരെ ദ്രാവിഡ പാർട്ടികൾക്കിടയിൽ വിഭജിച്ചു നിന്നിരുന്ന ഒരു രാഷ്ട്രീയം ഒരു ദേശീയ പാർട്ടിയിലേക്കൂടെ ഇടം നൽകുന്ന ഒരു വലിയ സംഭവമായി മാറും. അത് മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പവാറിനും ഉദ്ധവിനും ശക്തി ക്ഷയിക്കുകയാണെങ്കിൽ വളരെ കാലം മഹാരാഷ്ട്ര അടക്കി ഭരിച്ചിരുന്ന 2 വൻ ശക്തികൾ അതോടെ കടപുഴകി വീഴും. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ BJP അക്കൗണ്ട് തുറക്കുകയും TDP ജനസേനയും ശക്തമായി വരികയും ചെയ്താൽ ഒരുപക്ഷെ ജഗൻമോഹൻ റെഡ്ഡിയെ വരച്ച വരയിൽ നിർത്താൻ BJPക്ക് കഴിയുക തന്നെ ചെയ്യും. പശ്ചിമ ബംഗാളിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഇനിയുള്ള നാളുകൾ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധി മമതയ്ക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ അവരുടെ 1 ഡസനോളം നേതാക്കൾ ജയിലിലാണ്. അനവധി പേർ ജയിലിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അനവധി അഴിമതി ആരോപണങ്ങളും അതിൻ്റെ കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നു. CBI, EDയും NIA മാത്രമല്ല, ലോകത്തുള്ള സകലമായ ഏജൻസികളും ബംഗാളിൽ കയറി ഇറങ്ങുകയാണ്. കാരണം അതിനും മാത്രം കേസുകളാണ് ബംഗാളിലെ മമതയുടെ സർക്കാരിലുള്ള ഓരോ മന്ത്രിമാർക്കുമുള്ളത്. റേഷൻ കൈയിട്ട് വാരുന്നതും വിദ്യാഭ്യാസത്തിൽ അഴിമതി കാണിക്കുന്നതും ഉൾപ്പെടെ ചെറുതും വലുതുമായ അനവധി കേസുകൾ. അതിനിടയിലാണ് ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെ കാലങ്ങളോളം കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസ് മറ്റൊന്ന്. അങ്ങനെ കേസുകളിൽ നിന്നും ഊരാക്കുടുക്കിലേക്ക് പോകുന്നു. അതിനിടയിലാണ് അമിത്ഷാ ഇടുത്തി പോലെ പൗരത്വ ഭേദഗതി നിയമം കൂടി പാസ്സാക്കുമ്പോൾ അനധികൃതമായി കയറി താമസിച്ച റോഹിംഗ്യകളും അവരുടെ വോട്ടും എവിടെ പോകുമെന്ന് മമത ഭയക്കുന്നു. ഒപ്പം ഇക്കാലം അത്രയും വിരട്ടി നിർത്തിയ മമതയുടെ കൂടെ നിന്നിരുന്ന മധുവ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾക്ക് പൗരത്വത്തിലൂടെ പൗരത്വം ലഭിക്കുമ്പോൾ അവരുടെ ആദ്യ വോട്ട് താമരയ്ക്കാണെന്ന് BJPയും കരുതുന്നു. ഈ 4 സംസ്ഥാനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ നമ്മളെ അല്പമെങ്കിലുമൊക്കെ ബോറടിപ്പിക്കുന്നത് കേരളം മാത്രമായിരിക്കും. ഇതിനാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.